ഹെലികോപ്റ്റർ എത്തി മരുന്നടിച്ചുകൊണ്ടിരുന്ന റബ്ബർ തോട്ടങ്ങളാട്ടോ ഈ കാണുന്നത്. ഇത് നമ്മളാ നിൽക്കുന്നതിൻ്റെ ഭാഗത്താണ് പണ്ടത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. വന്ന വഴിക്ക് തിരിച്ച് നടക്കട്ടോ. മാരിക് വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷമീർ മുഹമ്മദ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തിൻ്റെ ചരിത്ര വഴിയിൽ ഒരുപാട് പ്രാധാന്യമുള്ള പാറായി തോട്ടത്തിലാട്ടോ. ഏതാണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഈ പാറായി തോട്ടവും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ 1920-ലൊക്കെ ഈ പ്രദേശങ്ങളിൽ റബ്ബർ കൃഷിയൊക്കെ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയ ഒരു പ്രദേശങ്ങളാട്ടോ നമുക്ക് മുമ്പിൽ കാണുന്ന ഈ മേഖലകളെല്ലാം തന്നെ. ഏതാണ്ട് കോട്ടയം ജില്ലയിൽ പാറായി കുടുംബക്കാരാണ് അത് ഇവിടെ ഇങ്ങനെ ഭൂമിയൊക്കെ മേടിച്ച് വിശാലമായ ഒരു റബ്ബർ എസ്റ്റേറ്റിന് തുടക്കമിടുകയും അതിനെ തുടർന്ന് കോതമംഗലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് റബ്ബർ കൃഷി വ്യാപകമായ രീതിയിൽ തുടക്കം ഇട്ട ഒരു ഫാമിലിയാണ് ഈ പാറായി കുടുംബം. എന്തായാലും നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് വിശാലമായ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ച കേട്ടോ. ആലുവ മൂന്നാർ റോഡിൽ നിന്ന് പാറായി റൂട്ടിലൂടെ കയറി വരുമ്പോൾ ആദ്യം ജനവാസ മേഖലകളാണെങ്കിൽ എന്തെങ്കിലും പിന്നീട് കാണുന്നതെല്ലാം ഇങ്ങനെ വിശാലമായ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചകളാട്ടോ. ഈ വരുന്ന വഴിയിൽ ഇങ്ങനെ പഴയ കാലത്തെ ഓർമ്മത്തൊടിപ്പായിട്ട് ഇന്നൊരു പഴയ കടമുറിയുടെ കാഴ്ചയൊക്കെ കൊടുക്കാം. തോട്ടം പ്രദേശത്തേക്ക് കടന്നു വന്ന വഴി ഇതാണ്. ഏതാണ്ട് ഈ തോട്ടത്തിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് തോട്ടത്തിനായിട്ട് മാത്രം അക്കാലത്ത് നിർമ്മിച്ച റോഡാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഇതേ പാറായിത്തോട്ടത്തിൻ്റെ വിശാലമായ കാഴ്ചകളാട്ടോ. നമുക്ക് മുമ്പിൽ കാണുന്ന മേഖലകളുടെ എല്ലാം പൂർണ്ണമായിട്ടും റബ്ബർ കൃഷി നടന്ന മേഖലകളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മരങ്ങളെല്ലാം മുറിച്ച് കണ്ണാര കൃഷി ചെയ്തേക്കുന്ന കാഴ്ച കേട്ടോ. അതിൻ്റെ മേൽഭാഗങ്ങളിലൊക്കെ ആയിട്ട് റബ്ബർ മരങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിന് സമീപത്തായിട്ട് നമുക്ക് കാണുന്നത് പാറായിത്തോട്ടത്തിൻ്റെ ആദ്യകാലത്തെ ഓഫീസിൻ്റെ കാഴ്ച കേട്ടോ. ഇന്നതൊരു ഔട്ട് ഹൗസ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത്. ചേട്ടാ, ഇത് ഈ പാറായിത്തോട്ടത്തിൻ്റെ ഒരു ഓഫീസ് ഭാഗങ്ങളാണോ അത്? അതെല്ലേ അതെല്ലേ. ഇപ്പം ഈ ഓഫീസിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവോ ഇവിടെ? അതെല്ലേ. എവിടെ ആ ഭാഗത്ത് മരമുറി കിടക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം റബ്ബർ വെട്ടി. അതെല്ലേ. ഇനിയിപ്പോ ഇവിടെയൊക്കെ ഭാവിയിലേക്ക് വീണ്ടും റബ്ബർ വരുമായിരിക്കൂല്ലേ? അതെല്ലേ. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? അതല്ലേ. ഇവിടുത്തെ ജോലിക്കാരനാണോ? അതല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന ഷെഡൊക്കെയോ? അതല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓഫീസിലേക്ക് കയറി ചെന്ന് അവിടെ അതിലുണ്ടാവോ? അതല്ലേ. അതെ. അപ്പോൾ നന്ദി എന്നാ. ഇത് അല്പം അങ്ങനെ മുമ്പിലേക്ക് നടന്ന് കയറി ചെന്നോടി മഴയൊക്കെ പെയ്തു തുടങ്ങി. കയ്യിലുള്ള കുടയൊക്കെ എടുത്തു കേട്ടോ. എന്തായാലും നമുക്ക് മുന്നിലായിട്ട് കാണുന്ന ഈ ഭാഗം ഈ എസ്റ്റേറ്റിൻ്റെ ആദ്യകാലത്തെ ഓഫീസായിരുന്നു. ഇതിപ്പോൾ എന്തായാലും റബ്ബർ പുരയൊക്കെ ആയിട്ടാണ് ഉപയോഗിച്ച് പോരുന്നത്. ഇതിന് സമീപത്തായിട്ട് ഒരുപാട് ജനവാസ മേഖലകൾ നമുക്ക് കാണാം. ആദ്യകാലത്തൊക്കെ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഈ തോട്ടത്തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരുന്ന പാടികളുടെ കാഴ്ചകളായിരുന്നു. എന്തായാലും ആ കാഴ്ചകളൊന്നും ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഓഫീസ് കെട്ടിടം മാത്രം കേട്ടോ. അവിടെ മരങ്ങളൊക്കെ മുറിക്കുകയാണ് കേട്ടോ അവിടെ. അതെല്ലേ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഭാവിയിൽ വീണ്ടും റബ്ബർ തന്നെ വരുമോ അതോ? റബ്ബർ മരമുറി കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിക്കൊന്നായതിൻ്റെ കൂടുതൽ തോട്ടത്തെ കുറിച്ച് അവർക്ക് വലിയ ഗ്രാഹ്യമൊന്നും പോരാ. എന്തായാലും നമുക്ക് അല്പം കൂടെ മുമ്പിലേക്ക് നടന്നു നോക്കാം. ഇതൊരു എസ്റ്റേറ്റ് പാത കേട്ടോ. തോട്ടത്തിലേക്കുള്ള പഴയ കാലത്തെ മൺവഴിയാണ്. ഈ മൺവഴി ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇത് അവിടെ മരമുറിയൊക്കെ നടക്കുന്നൊരു ഭാഗം. നമ്മൾ ആ റോഡിലൂടെ അല്പം മുമ്പിലേക്ക് എല്ലാം നേരത്തെ അവിടെ ഇങ്ങനെ ലോറിയിലേക്ക് തടി ഇങ്ങനെ മുറിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ വണ്ടി കടന്നു ആ ഭാഗത്തിൽ ഇങ്ങനെ ചെളി കുഴിയിൽ ഇങ്ങനെ കട്ടയൊക്കെ നിർത്തിയേക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് തൊഴിലാളികളാട്ടോ. ലോറിയുടെ ഡ്രൈവർ ചേട്ടൻ വാഹനത്തിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉറങ്ങാൻ പോകാമെന്നാണ് പുള്ളി പറയണേ. ആ വിദൂര ഭാഗത്തായിട്ട് കാണുന്ന മലമുകളിൽ മുഴുവനും റബ്ബർ മരങ്ങളെല്ലാം മുറിച്ച് കണ്ണാര കൃഷി ചെയ്തു കേട്ടോ. ഇപ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം ഈ അടുത്തിടെയായിട്ട് റബ്ബർ മരങ്ങൾ മുറിച്ച് വരുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ മരങ്ങളാട്ടോ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ മുറിച്ച് കട്ടിയാക്കി ഇത് ലോറിയിലേക്ക് ഇങ്ങനെ ലോഡ് ചെയ്യുന്ന കാഴ്ചകളായിട്ട് അവിടെ കാണുന്നത്. ഒരുപാട് തൊഴിലാളി വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് തടിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. ചേട്ടാ, ഈ പാറായിത്തോട്ടത്തിന് എത്ര വർഷം പഴക്കമുണ്ടാവും? ഒരു 100 കൊല്ലം മേളിൽ പഴക്കമുള്ള. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളായിരുന്നോ?
ഞങ്ങളുടെയൊക്കെ മുത്തച്ഛന്മാരായിട്ടുള്ള യൂണിയൻ ബേസിൽ ഇങ്ങനെ അവരുടെ പണി വിട്ട് ഞങ്ങൾക്ക് തന്നതാണല്ലേ? എല്ലാവരും കാരണവന്മാര് പണിതുകൊണ്ട് ആ പണി പ്രായമായി അവർ ഉപേക്ഷിച്ചപ്പോൾ. ഇത് ഏകദേശം എത്ര ഏക്കറോളം വരുന്നുണ്ട് കേട്ടോ? അത് 1000 ഏക്കർ മേലെ ഉണ്ട് അല്ലേ? ഇത് 4-5 അവർ ചേട്ടന്മാർ 4-5 തിരുവായിട്ട് ഉള്ളത് തന്നെ. ഇപ്പൊ റബ്ബർ കൃഷി നിലവിൽ ഇവിടെ ഈ ഭാഗത്ത് മാത്രമാണ്. ഇപ്പൊ നമ്മളെ കയറി വരുന്ന ഭാഗങ്ങളിലെല്ലാം കണ്ണാടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനിയിപ്പോ ഇവർക്ക് ഈ മുറിക്കുന്ന തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1800 മരം അവിടെ ഭാഗത്ത് എണ്ണാറയുടെ അപ്പുറം ഉണ്ട്. റബ്ബറിന്റെ പരിപാടി. ഇനി റബ്ബർ ഇവിടെയൊക്കെ രണ്ടാമത് പൈനാപ്പിളിന് ശേഷം റബ്ബർ പ്ലാന്റ് ചെയ്യും. റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി തുറന്നുകൊണ്ട് പോകുന്ന മറ്ററിയാൻ പാടില്ല. അതല്ലേ, പണിക്കാരൊന്നും കിട്ടാനില്ലായിരിക്കും അല്ലേ? കിട്ടാനില്ല. പിന്നെ ഇതിന്റെ എല്ലാം വലിയ പ്രശ്നം തന്നെയല്ലേ? അപ്പൊ നിങ്ങളിവിടെ ഈ മേഖലയിൽ തടിപ്പണിയാണോ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ അല്ലേ? പഴയ കാലത്ത് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു, അതുണ്ടോ? ഏ സൈഡിലേക്ക് അതൊന്ന് കാണാൻ പറ്റുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിലൊരു 1-2 പഠിക്കുന്ന സമയത്തൊക്കെ വലിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ തുരിശടിക്കാനുള്ള ഒരു പരിപാടി, മരുന്നടിക്കാൻ വേണ്ടി വരുന്നു ഹെലികോപ്റ്റർ. അന്ന് ഇവിടെ ഹെലികോപ്റ്ററാണ് ഈ അണ്ണാർത്തോട്ടത്തിന്റെ അപ്പുറം. അത് ഇന്നും അവിടെ ഉണ്ടോ? നമുക്ക് ചെന്ന് കാണാൻ പറ്റുമോ? ആ ഹെലിപ്പാടൊക്കെ ഇന്ന് അവിടെ ഉണ്ടാവുമോ? ഇടിഞ്ഞു അവശിഷ്ടങ്ങളുണ്ട് പണ്ടത്തെ പോലെ തന്നെ. നമുക്ക് ഈ റോഡ് ഒരുപാട് പോണം അങ്ങോട്ട്. കുറച്ചധികം പോകണ്ട. ഇതിൽ അങ്ങേ തലക്കേട്ട്. അതെല്ലേ? അത് ഈ ഇവിടുത്തെ വലിയമൊരാളുടെ അനിയന്റെ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ? 6 പേരെ വീതം. അതെല്ലേ? ഭാഗത്ത് നമ്മളെ കണ്ട റബ്ബർ മുറിച്ച് മാറ്റിയ ഭാഗങ്ങളാട്ടെ കാണുന്നത് മുഴുവനും. ഇവിടെ എല്ലാം ഈ സമയം വരെ റബ്ബർ ഉണ്ടാകുന്ന ഒരു ഭാഗം കേട്ടോ. മരങ്ങളൊക്കെ മുറിക്കുന്ന ഭാഗം പിന്നിട്ട് അല്പം കൂടി മുന്നിലേക്ക്, ആ മൺവഴിയിലൂടെ മുന്നിലേക്ക് പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ മലമേലെ കംപ്ലീറ്റ് പൈനാപ്പിൾ കൃഷിയുടെ കാഴ്ചയാണെങ്കിൽ ആദ്യം വലിയ വലിയ റബ്ബർ മരങ്ങളായിരുന്നു. ഒരു ഭാഗത്ത് റബ്ബർ മരം ഇങ്ങനെ മുറിച്ച് വരുന്നതിനനുസരിച്ച് മറുഭാഗത്ത് റബ്ബർ തൈകൾ ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് വരികയാണ്. പഴയ കാലത്തൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വെരി ഇൻട്രസ്റ്റ് ആട്ടോ. അതുകൊണ്ട് ഈ മലയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇതിൻ്റെ ഒരു ഭാഗത്ത് അവിടെയായിട്ടൊരു പഴയ കാലത്തൊരു വീട് കാണാം കേട്ടോ. പൈനാപ്പിൾ ഇങ്ങനെ ചെമ്പഴായിട്ട് വരുന്നുള്ളേ. ഇവിടെ എല്ലാം ഇങ്ങനെ പൈനാപ്പിൾ ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്. എല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് ലീസിന് കൊടുത്തേക്കണം കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഹെലികോപ്റ്റർ എത്തി മരുന്നടിച്ചുകൊണ്ടിരുന്ന റബ്ബർ തോട്ടങ്ങളാട്ടോ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ആ താഴേന്ന് കണ്ട ആ ചെറിയൊരു ഔട്ട് ഹൗസ് ഭാഗം എന്ത് ചെയ്താട്ടോ. എന്തായാലും ഇത് ഈ അടുത്തിടെ നിർമ്മിച്ചേക്കുന്നതാണ്. ഇവിടെ ഒന്നും ആൾവാസമില്ല. നമ്മളാ നടന്നു വന്ന വഴി ഇങ്ങനെ അങ്ങോട്ട് ആ ചേട്ടൻ പറഞ്ഞത് അല്പം ദൂരമുള്ളെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ വിശാലമായി ഇങ്ങനെ നീണ്ടിങ്ങനെ പോകാട്ടോ. നമ്മൾ അല്പം കൂടി നമുക്ക് മുമ്പിലേക്ക് നടന്നു നോക്കാം. ഇത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കോതമംഗലത്തിൻ്റെ വിശാലമായ ഒരു താഴ്വര കാഴ്ചകൾ തന്നെ നമുക്കിവിടെ കാണാം. എന്തായാലും ഈ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സമീപഭാഗങ്ങളിലെല്ലാം ഒരുപാട് വീടുകൾ നമുക്ക് കാണാമെങ്കിലും ഇത് നമ്മൾ മുമ്പിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗങ്ങളിലൊന്നും ആളില്ല കേട്ടോ. ഇതെല്ലാം ഇവിടെ കാണുന്ന എല്ലാം ഇതേ കണ്ണാര കൃഷിയാണ്. ഇതേ കൃഷി നനയ്ക്കാനുള്ള ഓസൊക്കെ ആട്ടെ പോണത്. പക്ഷേ ഈ വെള്ളം ഈ മലയുടെ മേലേക്ക് വെള്ളം എവിടെ നിന്ന് എത്തിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം താഴേന്ന് മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് കയറ്റുമായിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ മരുന്നടിക്കണമല്ലോ കണ്ണാരക്ക് മരുന്നടിക്കാനൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ ഈ പൈപ്പ് ഇങ്ങനെ ഇട്ടേക്കുന്നു. ആ പൈപ്പുകൾ ഇങ്ങനെ പല ഭാഗത്തേക്ക് പോകുന്നുണ്ടേ. ഇത് അല്പം കയറി വന്നപ്പോഴേ വഴി ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞു കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഭാഗത്ത് എവിടെയെങ്കിണ്ടാണ് ഈ എസ്റ്റേറ്റ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞ്. ഇതാണോ അതിലെ പോകേണ്ടത്, നമുക്ക് നോക്കാം. ഇതേ ദൂരെ 2 പേര് കുറേ പുല്ലൊക്കെ ചുമന്നുകൊണ്ട് ആ പൈനാപ്പിൾ തോട്ടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വഴിക്ക് പോകുമെന്ന കാര്യത്തിനകത്തൊരു ധാരണപ്പിശുണ്ടേ. നമുക്കിതിലെ അങ്ങ് പോയി നോക്കാം. താഴേക്ക് നടന്നു നോക്കാം. താഴേക്ക് ഇറങ്ങി നോക്കാം. കാല് മുള്ളു കൊണ്ടൊരു പരുവാകും കേട്ടോ. എല്ലാം അങ്ങനെ ഇവിടെ മുള്ളാണ്. ഇതിലിറങ്ങി നോക്കാം. ഷോർട്ട് കട്ട് ചാടി വെക്കാം. ഇത് മോശമൊക്കെ ഉള്ളത് ഇങ്ങനെ പിഴുതളഞ്ഞിട്ടുണ്ട്. ഇനി കാട്ടുപന്നി ഇറങ്ങി നശിപ്പിക്കുന്നതാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ എല്ലാം കാട്ടുപന്നിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളൊരു മേഖല തന്നെയാണത്. ആ ബംഗ്ലാവ് തേടി ഇങ്ങനെ ആ വഴിയിലൂടെ വന്നു കഴിഞ്ഞപ്പം വഴി മിസ്സായി. പക്ഷെ അങ്ങനെ അല്പം താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു വീട് കണ്ടു കേട്ടോ. ആ വീട്ടിലെ ചേട്ടനാണ്. ചേട്ടാ, ആ പാറായിത്തോട്ടത്തിലെ ബംഗ്ലാവ് ഇപ്പോഴും അവിടെ ഉണ്ടോ?
ബംഗ്ലാവ് ഇല്ല അല്ലേ? അവിടെ പണ്ട് ഹെലിപ്പാഡൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഹെലിപ്പാഡ് ബംഗ്ലാവ് കുടിച്ച് കഴിഞ്ഞിട്ട് ഹെലിപ്പാഡ് പോയി. ഹെലിപ്പാഡ് പ്ലെയിനടി തിരിച്ചടി കഴിഞ്ഞ് റബ്ബർ വെച്ചു, തേക്ക് വെച്ചു, അതിന് റബ്ബർ വെച്ചു. റബ്ബർ വെച്ചു അല്ലേ? പിന്നെ ഇപ്പം അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല അല്ലേ? ഇതുപോലെ തന്നെ റബ്ബറായിട്ട് റോഡായിട്ട് മാത്രമേ ഉള്ളൂ. ഹെലിപ്പാഡിൻ്റെ അവശിഷ്ടമൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ? ഒന്നുമില്ല അല്ലേ? ചേട്ടന് എത്ര വർഷം അവിടെ താമസിക്കുന്നു? ആളാ ഈ പാറായത്തോട്ടത്തിൻ്റെ ജോലിക്കാരനായിരുന്നു ആദ്യകാലത്ത്? അല്ല അല്ലേ? ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു തോട്ടമല്ലേ അത്? അപ്പടി തോട്ടത്തിൽ 15 ഏക്കർ സ്ഥലം തോട്ടമില്ലായിരുന്നു. ടാപ്പിങ്ങിൽ താടി 2-3 മാടി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അതെ അല്ലേ? ഇപ്പം ഇവിടെ ഇപ്പോൾ റബ്ബർ കൃഷി ഇല്ലേ നിലവിൽ? നിലവിൽ ഈ 15 ഏക്കറിലും റബ്ബറാണ്. ഇപ്പോൾ ഇവിടെ അണ്ണാറ വെച്ചേക്കണേ, 1 വർഷം കഴിയുമ്പോൾ അണ്ണാറ റബ്ബർ വയ്ക്കും. വീണ്ടും റബ്ബർ പ്ലാന്റ് ചെയ്യും. എല്ലായിടത്തും പ്ലാന്റ് ചെയ്തേക്കണേ. കുറേ ഭാഗങ്ങൾ പ്ലാന്റ് ചെയ്തില്ല. ശരിക്കും ഈ പാറായി കുടുംബം എവിടത്താരോ? എവിടെ? തൈക്കാട്ടുശ്ശേരി, ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി അല്ലേ? അതിൽ അവരുടെ പലവിധ പ്രോപ്പർട്ടിയാണ് മൊത്തം അല്ലേ? അതെ, അവർക്ക് ആദ്യം ഒരു കാരണവരായിട്ട് മേടിച്ചു. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, 3 ഷെയറായി. ഒന്ന് പാതാരം, അയനാട്, ചൂട്, അങ്ങനെയായിരുന്നു. അവരൊക്കെ ഇപ്പോഴേക്ക് വരാറുണ്ടോ? ഇവിടെ ഇവർക്ക് ഇപ്പോൾ ഇവർ ചൂടെന്ന് പറഞ്ഞവർക്ക് 12 ഏക്കർ വെച്ചൊക്കെ വേണ്ട. അപ്പോൾ നമുക്ക് അവിടെ ആ റോഡ് സൈഡിൽ ഇതിൻ്റെ മറ്റൊരു ബംഗ്ലാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു ചെറിയ വീട് അതിൻ്റെ റോഡ് സൈഡിലുണ്ടെന്ന് പറയുന്നുണ്ട്. ബംഗ്ലാവല്ലേ? ഒരു പറ താമസിക്കുന്നതല്ലേ? അതല്ലേ? കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴല്ലേ ഇപ്പോഴും താമസം ഉണ്ടോ അതിനകത്ത്? ഇപ്പോൾ ഒരു പുള്ളി താമസിക്കുന്നുണ്ട് അല്ലേ? അയനാടിൻ്റെ ഒരു പുള്ളി താമസിക്കുന്നുണ്ട്. ചേട്ടൻ്റെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ സണ്ണി അല്ലേ? ഓക്കെ, ശരി എന്നാൽ. അപ്പം അങ്ങനെ ഹെലിപ്പാഡ് തപ്പിപ്പോയത് ഒരു ജനവാസ മേഖലയില്ല കേട്ടോ. ജനവാസ മേഖല എന്ന് പറയാൻ പാടില്ല, ഒറ്റ തെറ്റൊക്കെയായിട്ട് 3-4 വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും ആദ്യകാലത്ത് ഇതൊരു സമ്പൂർണ്ണ വന മേഖലകൾ തന്നെയായിരുന്നു. എന്തായാലും ഈ ഭാഗത്തെല്ലാം കാണാം റബ്ബർ കൃഷിയാണ്. വളരെ ജനവാസം കുറഞ്ഞ ഒരു മലയോര മേഖലയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഭാഗം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ കയറി പോകുന്ന വഴിക്ക് തൊട്ട് മേലെയായിട്ടായിരുന്നു ആദ്യകാലത്തെ പഴയ ബംഗ്ലാവും ഹെലിപ്പാഡൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഇറങ്ങിയ കയറ്റമൊക്കെ തിരിച്ച് കയറി ചെന്നപ്പോൾ വഴി മിസ്സായി ഗൈസ്. അവിടെയൊക്കെ ധാരാളം വഴികൾ അങ്ങോട്ട് പോകണം. ആരോടൊന്ന് ചോദിക്കുക. എൻ്റെ കൊടയ ലോറിയുടെ ഭാഗത്തിരിക്കുകയാണേ. ഇത് ഈ മൺവഴി ഇങ്ങനെ കയറി അല്പം മേലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നിലായിട്ട് കാണുന്ന കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇത് പശ്ചിമഘട്ട മലനിരകളുടെ വിശാലമായ കാഴ്ചകളാണ് നമുക്ക് പിന്നിലായിട്ട് കാണുന്നത്. അതിന് സമീപത്തൊക്കെ ആയിട്ട് നാടുകാണി മലയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. അല്പം കൂടെ മുമ്പിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അതേ ആ ദൂരത്തൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഫാം ഹൗസാണോ. ഇതല്പം മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു കടമുറികൾ, 2 ഷട്ടറൊക്കെ ഉള്ളൊരു കടമുറിയാണ്. എന്തായാലും ഇവിടെ ഒരു കട വെക്കില്ല. ഈ മരുമകളിൽ ആരുമില്ലാത്ത ഭാഗത്തൊരു കട വരില്ല. അവരൊരു ഫാം ഹൗസോ എന്തെങ്കിലുമൊക്കെ ആവാൻ റബ്ബറിനുള്ള മരുന്നൊക്കെ സൂക്ഷിക്കുന്ന ഫാം ഹൗസിൻ്റെ കാഴ്ച കേട്ടോ. അല്പം കൂടി നമുക്ക് മുമ്പിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്കും മറ്റൊരു വഴി കയറി പോകുന്നുണ്ട്. ഇത് അങ്ങനെ വഴി തെറ്റി കുറേ ദൂരം സഞ്ചരിച്ച് നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ആ പഴയ കാലത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവ് പൊളിച്ച് നീക്കിയതിന് ശേഷമാണ് അവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കിയതൊക്കെ. എന്തായാലും ഇപ്പോൾ ആ ഭാഗമൊന്നും അവിടെ ഇല്ല. അവിടെയൊക്കെ റബ്ബർ കൃഷിയായി. അവിടെ പോയിട്ട് ഒരു കാര്യമില്ലാത്തെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങ് പോകുന്നു കേട്ടോ. അല്പം കൂടി ഇങ്ങനെ നടന്ന് വരാൻ നേരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് കണ്ണാ കൃഷിയുടെ ചുറ്റിലും ഇതെങ്ങനെ റബ്ബർ അത്യാവശ്യം വളർന്ന് കയറി വരുന്ന റബ്ബർ തൈകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വിശാലമായ തോട്ടങ്ങൾ. ഞാൻ നടന്നു പോകുന്ന പ്രദേശത്തെ ഭൂപ്രകൃതിയെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കോതമംഗലത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതോ ഹൈ റേഞ്ചിൽ മൂന്നാറോ ഗവിയൊക്കെ ചെന്നപ്പെട്ടൊരു അനുഭവം കേട്ടോ. അല്പം കൂടി മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലാൻ നിർത്തി ഈ ഭാഗത്തായിട്ടൊരു പാടി കാണുന്നുണ്ട്. പക്ഷേ ആദ്യകാലത്തൊക്കെ ഈ തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരുന്ന പാടിയൊക്കെ കേട്ടോ. എന്തായാലും ഇവിടെ ഇപ്പോൾ കാഴ്ചയിൽ ഇതൊരു ആൾതാമസം ഉണ്ടെന്നുള്ളതിൻ്റെ യാതൊരു വിധ ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വഴി വരുന്നുണ്ട്. വാഹനം കയറി വരാനുള്ള വഴിയൊക്കെയും ഈ ഭാഗത്തുണ്ടാവാം കേട്ടോ. ഇതേപോലെ പല നിർമ്മിതികളും ഈ എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ തകർന്നടിഞ്ഞ് കിടക്കാം കേട്ടോ. സമീപ സമയങ്ങളിലൊന്നും ഈ മേഖലയിലൊന്നും ആൾവാസമുള്ളതിൻ്റെ യാതൊരു വിധ ലക്ഷണം കാണില്ല കേട്ടോ. ഒരു 8-10 കുടുംബങ്ങൾ താമസിച്ച ഒരു വിശാലമായൊരു പാടിയായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കോതമംഗലം നാടിൻ്റെ കാഴ്ചകളാണ് ഗൈസ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലാട്ടോ പ്രദേശങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് വരെ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പണിക്ക് വരുന്ന അതിഥി തൊഴിലാളികളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഈ പാടിയിൽ താമസം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴേ ഭാഗത്ത് ആരും കാണുന്നില്ല കേട്ടോ.
പൈലറ്റ് സിനിമയിലെ സുരേഷ് ഗോപി മധുബാലൊക്കെ ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് മരുന്ന് കളിക്കാൻ എത്തുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പാറായിത്തോട്ടത്തിലേക്ക് മരുന്ന് കളിക്കാൻ എത്തുന്ന ഹെലികോപ്റ്ററുകൾ വന്നു പോകുന്ന കാഴ്ചകൾ എനിക്ക് വീടിൻ്റെ മുമ്പിൽ നിന്നാണ് കാണാറുന്നു. ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് അന്നും ഇതൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. ആ കാണുന്ന മലയുടെ മറുഭാഗത്തായിരുന്നു പണ്ട് കാലത്ത് ആ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ടായിരുന്നു. ആളുകളെ കിട്ടാറില്ല, പണിക്ക് ആളെ കിട്ടാറില്ലാത്തതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഈ റബ്ബർ കൃഷിയിൽ നിന്നൊക്കെ പയ്യെ ഇങ്ങനെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. ഏഷ്യയിലെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സമീപത്തുള്ള പാലമറ്റത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചതെന്നൊക്കെയാണ് നമുക്ക് അറിയാണ്ട് കാര്യം. അതുകൊണ്ട് 1870 കാലഘട്ടത്തിലാണ് ആ നോർവേ സായിപ്പാണ് ഇവിടെ ഈ പ്രദേശങ്ങളിലേക്ക് റബ്ബർ കൃഷി ആരംഭിക്കുന്നതും. ഇതിനെ തുടർന്നാണ് കാഞ്ഞിരപ്പള്ളി മേഖലകളിലൊക്കെ റബ്ബർ കൃഷി വ്യാപിച്ചെന്നൊക്കെയാണ് നമുക്ക് പണ്ട് കാലങ്ങളിലെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുക. എന്തായാലും നമുക്ക് ഈ പാടിയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ മതിയാക്കി നമ്മൾ തിരിച്ച് നടക്കുക. ഞാനൊട്ട് പ്രതീക്ഷിക്കാതെ ഒരു പിക്കപ്പ് ജീപ്പ് അവിടേക്ക് കയറി വരുന്നു. നിറച്ച് തൊഴിലാളികളുണ്ട്. ഇത് എവിടേക്കാണ്? അങ്ങനെ തൊഴിലാളികളൊക്കെ ആയിട്ട് പോകുന്നൊരു ജീപ്പായിട്ട് വഴിക്ക് പോകുന്നു. അവിടെ വരട്ടെ. ആ ബായി കൂടെ ചെല്ലാൻ പറയുന്നുണ്ടേ, ഒന്ന് പോയി നോക്കിയാലോ. ആ ജീപ്പ് പോയ വഴിയിലൂടെ തന്നെ മുന്നോട്ട് നടക്കുകയാണ് ഞാൻ. ആ ജീപ്പ് കാണാനില്ല. ഇത് അങ്ങ് നടന്ന് ചെല്ലുമ്പോൾ ദൂരെയായിട്ടൊരു ഗേറ്റ് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനി അതാണ് പാടിയിലേക്കുള്ള വഴി. കയറി വരാൻ പോയത് ഒരുപാട് അബദ്ധമായിട്ടോ. ഒറ്റയ്ക്ക് വരേണ്ടതില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ഞാൻ ഈ പാറായിത്തോട്ടത്തിലൂടെ തന്നെ പല വഴിയിലൂടെ നടന്നു. സ്കൂട്ടർ വെച്ചിട്ടുള്ളത് ഏത് റൂട്ടിലാണെന്നുള്ള കാര്യം പോലും എനിക്ക് ആരും നിശ്ചയമില്ല കേട്ടോ. ഒരുപാട് ഞാൻ പല വഴിയിലൂടെ നടന്നു. ഇതിനകത്തേക്ക് എന്ന് വെച്ചപ്പോൾ ഈ ഭാഗത്ത് കാര്യങ്ങൾ തിരക്കാൻ ഒരു വീടോ ഒരു മനുഷ്യരുമില്ല. ഒരു വണ്ടി പോകാണ്ടോണ്ട് ഞാൻ പോയതാണ്. വണ്ടി ഏത് റോട്ടിൽ പോയി. എനിക്കൊരു വഴി പോകുന്നുണ്ട്, നേരെ മറ്റൊരു വഴി. പാറായിത്തോട്ടത്തിലൂടെ നടന്ന് ഞാൻ എത്തിയേക്കുന്ന ഒരു വലിയ ഗേറ്റിന് മുന്നിലാട്ടോ. ഇപ്പോൾ കണ്ട പിക്കപ്പ് അതിൽ കടന്നു പോയ ഒരു വീൽ ബേസ് പാടൊക്കെ കാണുന്നുണ്ട്. രണ്ട് ഭാഗത്തും റബ്ബർ തോട്ടങ്ങളാണ്. ഒരു പക്ഷേ ഇത് മറ്റേതെങ്കിലും റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാവാം. ഞാൻ എന്തായാലും തിരിച്ച് വന്ന വഴിക്ക് നടക്കുവാണ്. ഇത് അങ്ങനെ തിരിച്ച് ലോഡിങ്ങാരുടെ സമീപത്ത് തന്നെ എത്തി. ബംഗ്ലാവ് തിരക്കി പോയെങ്കിലും പാറായിത്തോട്ടം മൊത്തം കാണാൻ പറ്റി. അല്ല സുഹൃത്തെ, പോയിക്കോട്ടെ, ശരിയെന്നാ, മീറ്റ് അഗൈൻ. അങ്ങോട്ടോ ആ ലോഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് തിരിച്ച് വന്ന വഴിക്ക് ഇങ്ങനെ നടക്കും കേട്ടോ. ഭാഗത്തുള്ള റബ്ബർ മരങ്ങളിലെല്ലാം ഇങ്ങനെ ഷെയ്ഡ് ഇടുന്ന കാഴ്ച കേട്ടോ, മഴയൊക്കെ ആയിട്ട്. ആ ഭാഗത്ത് മരമുറി ആണെങ്കിൽ ഇവിടെ കാട് വെട്ടാട്ടോ. പാറായിത്തോട്ടത്തിൻ്റെ മറ്റൊരു പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഇത് മനോഹരമായ രീതിയിലൊരു പാറ നമുക്ക് കാണാം. അക്കാലത്ത് അവരത് പൊട്ടിച്ച് കളയാണ്ട് സംരക്ഷിച്ച് നിർത്തിയതെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഈ തോട്ടത്തിൻ്റെ അതിര് വഴി അല്പത്തോടെ നമ്മൾ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. തോട്ടത്തിലേക്ക് നീളുന്ന മൺവഴികളുടെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ റോഡിന് ഇരുഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാറായിത്തോട്ടം വക റബ്ബർ എസ്റ്റേറ്റുകളുടെ കാഴ്ചകൾ തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ പൗരാണികത വിളിച്ചോതുന്നൊരു ബോർഡ് നമുക്ക് കാണാം. എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു എൻട്രൻസ് ഭാഗം ദേ ഇവിടെ ഉണ്ട്. ഇത് അല്പം കൂടി മുമ്പിലേക്ക് എല്ലാ നേരത്തും നമുക്കിത് ഇങ്ങനൊരു ചെറിയൊരു ഔട്ട് ഹൗസ് ഭാഗം കാണാം. അവിടേക്കുള്ളൊരു ഗേറ്റ് ഭാഗങ്ങളെ കാണാം കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഇത് ഇപ്പുറത്തേക്ക് ഒരു വഴി കടന്നു പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് പാറായിത്തോട്ടത്തിൻ്റെ ഒരു അതിര് ഭാഗങ്ങളാവാം. നമുക്ക് അല്പം കൂടി ഈ റോഡ് ഇങ്ങനെ മുന്നോട്ട് പോയി കളയാം. ഈ ഭാഗത്തേക്ക് എല്ലാം നേരത്തെ താഴേക്ക് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഇത് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ വിശാലമായ കാഴ്ചകളായിട്ട് കാണുന്നത്. ഈ റോഡ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലെ തോണിക്കണ്ടം വലിയപാറ റോഡെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. കോതമംഗലം നഗരസഭയുടെ ബൗണ്ടറിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സൂചന ബോർഡൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ കാണാം. ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഇത് കവളങ്ങാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നൊരു ഭാഗമാണ് ഇതൊക്കെ. മുന്നേ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളൊക്കെ ആയിട്ട് പോകുന്നത് കണ്ട ജീപ്പാണ് തിരിച്ചു പോകുന്നത്. അവർക്ക് എന്നെ മനസ്സിലായി. കോതമംഗലം നഗരസഭയുടെ കിഴക്കേ അതിർത്തി പ്രദേശത്താണ് പാറായിത്തോട്ടവും പാറായി പഴയകാല എസ്റ്റേറ്റൊക്കെ സ്ഥിതി ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവളങ്ങാട് പഞ്ചായത്തിലാട്ടോ. നമുക്ക് സമീപത്തൊക്കെ ആയിട്ട് തന്നെ കോതമംഗലം നഗരസഭയുടെ മറ്റൊരു ബോർഡ് കാണാമെങ്കിലും ഇതിന് സമീപത്തൊക്കെ ആയിട്ട് തന്നെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് കാണാം കേട്ടോ. ഇതിൻ്റെ സമീപഭാഗത്തൊക്കെ ആയിട്ട് 4-5 വീടുകൾ നമുക്കിവിടെ കാണാം. അവിടുന്ന് താഴേക്ക് തോണിക്കണ്ടം എന്നുള്ളൊരു വിശാലമായ പ്രദേശത്തേക്കുള്ള ഒരു വഴിയായിട്ട് പോകുന്നത്. നമുക്ക് മുമ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ ഭാഗം നാടുകാണിക്കുള്ള റോഡാണ്. ഇതിനപ്പുറത്തേക്ക് മലയോര മേഖലകളാണ്. ഇതിന് സമീപത്തൊക്കെ ആയിട്ട് ഇതിൻ്റെ മറുഭാഗത്തൊക്കെ ആയിട്ട് കാണുന്നത് ഈ പാറായി എസ്റ്റേറ്റിൻ്റെ ഭാഗമായ റബ്ബർ എസ്റ്റേറ്റുകളുടെ കാഴ്ച കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഈ പാറായി എസ്റ്റേറ്റിൽ നിന്നുള്ള കാഴ്ചകൾ. ആ എസ്റ്റേറ്റിന് സമീപത്ത് കണ്ട മറ്റൊരു റോഡിലൂടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ റോഡ് എത്തിച്ചേരുന്നത് മനോഹരമായ ഒരു തോട്ടിലേക്കാണ്.
കോതമംഗലത്തിൻ്റെ ചരിത്ര വഴിയിൽ നിർണായക സ്ഥാനമുള്ള പാറായിത്തോട്ടവും അതിലെ ഇന്നത്തെ ഏതാനും കാഴ്ചകളാണ് മാരി ക്രോസിൻ്റെ ഈ ചെറിയ എപ്പിസോഡ് വഴി നിങ്ങൾ ഇതേവരെ കണ്ടത്. നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാരി ക്രോസിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല.